Hello my dear students, welcome to CBSE classroom. ഇന്നത്തെ നമ്മുടെ ക്ലാസ് CBSE 10th standard സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്സ് ട്രിഗ്നോമെട്രി. ഓക്കെ, ആക്ച്വലി ഇത് ക്ലാസ്സോ കുറച്ച് പ്രോബ്ലംസോ ഒന്നുമല്ല, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ട്രിഗ്നോമെട്രി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ടല്ലോ, സൈൻ 8, കോസ് 8, സൈൻ 45, കോസ് 90, tan 30 എന്നൊക്കെ പറയുമ്പോൾ ഈ വാല്യൂസ് എല്ലാം കൂടി ബൈഹാർട്ട് ആക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാ അറിഞ്ഞില്ലെങ്കിലോ ഇതിലെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുകയും വേണം, ഈ വാല്യൂസ് എല്ലാം അറിയുകയും വേണം. എന്നാ നമ്മുടെ പാവം ബ്രെയിനെ ഇതെല്ലാം കൂടി പഠിച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അതിനെന്ത് ചെയ്യാം? കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മുടെ ഒരു കൈ, ഈ കൈപ്പത്തി ഓർ അവർ പാം, ഈ ഒരൊറ്റ നമ്മുടെ 5 ഫിംഗേഴ്സ്, ഈ 5 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെയും വാല്യൂസ് പറയാം. എങ്ങനെയാണെന്നല്ലേ നോക്കാം. നോക്കിയേ, ഞാനിവിടെ എന്റെ കൈ വെച്ച് വരച്ചതാണ്. വരച്ച് നമുക്ക് നല്ല തടിയായി പോയി അല്ലേ. അപ്പൊ അതാ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ചെറുവിരൽ സ്മോൾ ഫിംഗറിന് 0, 30, 45, 60, 90 ഇങ്ങനെ വാല്യൂസ് കൊടുക്കുക. കുഴപ്പമില്ലല്ലോ. കൈ ഇങ്ങനെ പിടിക്കുക. 0, 30, 45, 60, 90 ഓരോ വാല്യൂസ് അസൈൻ ചെയ്യാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ റഫ് ബുക്കിൽ, നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നിങ്ങളുടെ കൈ വെച്ച് തന്നെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്മോൾ ഫിംഗർ താഴെയാണ്, തം ഫിംഗർ മേലോട്ടാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഈ വാല്യൂസ് അസൈൻ ചെയ്യും. സൈനിന്റെ എല്ലാ വാല്യൂസും, അതായത് സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90 ഇതെല്ലാം ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയും? അത് കാണാനുള്ള ഇക്വേഷൻ ആണ് സൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ 2. ഇതിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ ചെയ്യുമ്പോൾ, എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാ? സൈൻ ബിലോ അല്ലെ. നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് ചെക്ക് ഒപ്പിടുമ്പോൾ അവർ പറയും സൈൻ ബിലോ. നമ്മൾ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്താൽ ഈ അപ്ലിക്കേഷൻ തരുന്നവരെന്താ പറയാ? സൈൻ ബിലോ, താഴെ ഒപ്പിട് എന്ന് പറയും അല്ലെ. അപ്പൊ താഴെയാണ് എപ്പോഴും നമ്മൾ സൈൻ ചെയ്യാം. അത് ഓർത്താൽ മതി. സൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ 2 എന്ന് ഓർക്കാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സൈൻ 0 ആദ്യം ഇതെല്ലാം ഇങ്ങനെ എഴുതിയില്ല. സൈൻ 0, പിന്നെന്താ സൈൻ 30, സൈൻ 45, സൈൻ 60, പിന്നെന്താ സൈൻ 90 ഇങ്ങനെ കൈ വരച്ച് 0, 30, 45, 60, 90 ഈ വാല്യൂസ് ഇങ്ങനെ എഴുതി. സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90 ഇത്ര എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. സൈൻ ബിലോ എന്നുള്ളത് ഓർത്തുക. ആപ്ലിക്കേഷൻ ഫോമില് സൈൻ ബിലോ നമ്മൾ താഴെയാണ് ഒപ്പിടുക. അതുകൊണ്ട് സൈന്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ 2. ഓക്കെ, ഈ ഫിംഗേഴ്സ് ബിലോത്തിന് മാത്രമാണ് കേട്ടോ. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നത് ഫിംഗേഴ്സ് ബിലോത്തിന് മാത്രമാണ്. ഓക്കെ, 2ന്റെ റൂട്ട് ഇല്ല. ഓക്കെ, റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ 2. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആദ്യം സൈൻ 0 അല്ലേ കാണേണ്ടത്. 0 കിടക്കുന്നത് ചെറുവിരലാണ്. ഇതിന് താഴെ വല്ല വിരലുകൾ ഉണ്ടോ? ഫിംഗേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഫിംഗേഴ്സ് ബിലോ എടുക്കാൻ. ഫിംഗേഴ്സ് ബിലോ ഇല്ല, ഏറ്റവും താഴെ കിടക്കുന്നത് ഇതാണ്. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 0 ബൈ 2 അല്ലെ. താഴെ ഫിംഗേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0. റൂട്ട് ഓഫ് 0 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെ. അപ്പൊ സൈൻ 0 എന്താ? 0 ആണ്. ഇനി സൈൻ 30. സൈൻ 30 എന്ന് പറയുമ്പോൾ താഴെ എത്ര വിരലുണ്ട്? ഒറ്റ വിരല് അല്ലെ. അപ്പോ റൂട്ട് ഓഫ് 1 ബൈ 2. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോ 1 ബൈ 2. ഓക്കെ, ഇനി സൈൻ 45. 45 എന്ന് പറയുമ്പോൾ മിഡിൽ ഫിംഗർ. സൈൻ 45 എന്ന് പറയുമ്പോൾ താഴെ 2 ഫിംഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോ റൂട്ട് 2 ബൈ 2. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് തന്നെയല്ലേ. അപ്പൊ ഈ 2നെ നമ്മൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതും. അപ്പൊ ഇവിടെ ഒരു റൂട്ട് 2, ഇവിടെ ഒരു റൂട്ട് 2 കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? 1 ബൈ റൂട്ട് 2. അപ്പൊ സൈൻ 45 എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് 2 കിട്ടി. ഇനി എന്താ? സൈൻ 60. സൈൻ 60 എന്ന് പറയുന്നത് ഈ ഫിംഗർ ആണല്ലോ. താഴെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 3. അപ്പൊ ഇവിടെ എന്ത് വരും? റൂട്ട് 3 ബൈ 2. ഇനി സൈൻ 90 നോക്കിയേ. സൈൻ 90 എന്ന് പറയുമ്പോൾ ഇതല്ലേ 90 തം ഫിംഗറിനാണല്ലോ. അപ്പൊ താഴെ 4 ഫിംഗേഴ്സ് ഉണ്ട് അല്ലെ. 4 ഫിംഗേഴ്സ് ഉണ്ട് താഴെ. അപ്പോ റൂട്ട് ഓഫ് 4 ബൈ 2. റൂട്ട് ഓഫ് 4 എത്രയാ? 2. അപ്പൊ 2 ബൈ 2 അതായത് 1. സൈൻ 90 ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് കോസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച പോലെ തന്നെ, സൈനിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച പോലെ തന്നെ കോസിന്റെ വാല്യൂസും കണ്ടുപിടിക്കാം. സൈനിന് എന്തായിരുന്നു? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ 2.
കോസിന് വരുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് ബൈ 2 ഇങ്ങനെ കൊടുത്താൽ മതി. എപ്പോഴും ഏത് ആപ്ലിക്കേഷനിൽ താഴെയാണല്ലോ നമ്മൾ സൈൻ ചെയ്യുക, സൈൻ ബിലോ. അപ്പൊ സൈൻ വരുമ്പോൾ ഫിംഗേഴ്സ് ബിലോ, കോസ് വരുമ്പോൾ ഫിംഗേഴ്സ് എബവ്. കോസ് ഈക്വൽ ടു ഫിംഗേഴ്സ് റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് ബൈ 2 എന്ന് എഴുതിയിടുക. നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക, വാല്യൂസ് അസൈൻ ചെയ്യാം. നേരത്തെ പോലെ തന്നെ 0, 30, 45, 60, 90. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കണമല്ലോ കോസ് 0, പിന്നെന്താ കോസ് 30, കോസ് 45, കോസ് 60, കോസ് 90. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എഴുതിയിടുക, കൈ വരയ്ക്കുക, വാല്യൂസ് അസൈൻ ചെയ്യാം, ഇങ്ങനെ എഴുതിയിടുക. ഇനി നമുക്ക് 1 by 1 കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കിയേ, ഫിംഗേഴ്സ് എബവ് ബൈ 2 ആണല്ലോ. കോസ് 0 എന്ന് പറയുമ്പോൾ ഈ ഫിംഗർ അല്ലേ, താഴത്തെ ഫിംഗർ അല്ലേ, അതിന് മേലെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോ റൂട്ട് ഓഫ് 4 by 2, റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ്. അപ്പൊ 2 by 2 equal to 1. അപ്പൊ കോസ് 0 equal to 1 കിട്ടി. ഇനി എന്താ കോസ് 30, എത്ര ഫിംഗേഴ്സ് ഉണ്ട് മേലെ? 1, 2, 3 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോ റൂട്ട് 3 by 2. ഇനി നോക്കിയേ കോസ് 45 എന്ന് പറയുമ്പോൾ മേലെ 2 ഫിംഗേഴ്സ് ഉണ്ട് അല്ലെ. കോസ് 45ന്റെ മേലെ 1, 2 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോ റൂട്ട് ഓഫ് 2 by 2, അതായത് റൂട്ട് 2 by 2 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 2 into റൂട്ട് 2 എന്ന്. ഈ 2 ക്യാൻസൽ ആയി, ബാക്കി എന്താ വരുന്നത്? 1 by root 2. അപ്പൊ കോസ് 45 is equal to 1 by root 2. ഇനി കോസ് 60 എന്ന് പറയുമ്പോൾ ഈ ഫിംഗർ അല്ലേ, മേലെ ഒരൊറ്റ ഫിംഗർ അല്ലേ വരുന്നുള്ളൂ. അപ്പോ റൂട്ട് 1 by 2. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോ 1 by 2. കോസ് 60 equal to 1 by 2. ഇനി കോസ് 90 നോക്കിയേ, 90ക്ക് മേലെ ഇനി ഫിംഗേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോ 0 ഫിംഗേഴ്സ് ആണ് അല്ലേ. അപ്പോ റൂട്ട് ഓഫ് 0 by 2, അതായത് 0 തന്നെ. കോസ് 90 is equal to 0. ഇനി നമുക്ക് ടാനിന്റെ വാല്യൂസ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം സൈൻ ആണെങ്കിൽ ഫിംഗേഴ്സ് ബിലോ, കോസ് ആണെങ്കിൽ ഫിംഗേഴ്സ് എബവ്, ടാൻ വരുമ്പോ ഫിംഗേഴ്സ് എബവ് ബൈ ഫിംഗേഴ്സ് ബിലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടാൻ കണ്ടുപിടിക്കുമ്പോഴുണ്ടല്ലോ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്ര നേരം കൈ ഇങ്ങനെ പിടിച്ചിരുന്നത് നമ്മൾ ഇനി ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, അപ്പോ ചെറുവിരലിനാണല്ലോ 0, ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ പോവല്ലേ 0, 30, 45, 60, തമ്പ് ഫിംഗർ ആകുമ്പോൾ 90. ഈ കേസിലും അങ്ങനെ തന്നെ, ചെറുവിരലിന് 0, അവിടെ തുടങ്ങി തമ്പിന് വരെ 90. പക്ഷെ ഇത്ര നേരം സൈനും കോസും കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചത് ഇനി ഇങ്ങനെ പിടിക്കണം. അപ്പൊ 0 to 90 നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഞാൻ എന്റെ കൈ തിരിച്ച് പിടിച്ച് വരച്ചതാണിത്. ഓക്കെ, വരച്ചു വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി. അപ്പോ കൈ ഇങ്ങനെ വെച്ച് വരക്കുക, 0 to 90 എഴുതുക. ഇനി tan 0 ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഫിംഗേഴ്സ് എബവ് ബൈ ഫിംഗേഴ്സ് ബിലോ ആണല്ലോ. 0ക്ക് മേലെ വല്ല ഫിംഗേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ 0 ആണ്. റൂട്ട് 0 ബൈ ഇവിടെ താഴെ 4 എണ്ണം ഉണ്ട്. അപ്പൊ 0, 4. ഇതെന്തായി? 0 തന്നെ. ഇനി നമുക്ക് tan 30 കണ്ടുനോക്കാം. tan 30 എന്ന് പറയുമ്പോൾ മേലെ ഒരു ഫിംഗർ ഉണ്ട് അല്ലെ. അപ്പോ റൂട്ട് 1 ബൈ താഴെ 3 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോ റൂട്ട് 3. റൂട്ട് 1 ബൈ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 1 തന്നെയാണ്. അപ്പോ 1 ബൈ റൂട്ട് 3. ഇനി നമുക്ക് tan 45 കണ്ടുനോക്കാം. tan 45 നോക്കിയേ, മിഡിൽ ഫിംഗർ അല്ലേ, മേലോട്ട് 2 ഫിംഗർ ഉണ്ട്, താഴോട്ട് 2 ഫിംഗർ ഉണ്ട്. അപ്പൊ എന്താ? റൂട്ട് 2 ബൈ റൂട്ട് 2. റൂട്ട് 2 ബൈ റൂട്ട് 2 ചെയ്യുമ്പോൾ 1. അങ്ങനെ tan 45 എന്നുള്ളത് 1 കിട്ടി. ഇനി 60, tan 60. ഓക്കെ, tan 60 ഒന്ന് നോക്കിയേ, മേലോട്ട് 3 ഫിംഗേഴ്സ് ഉണ്ടല്ലോ, 1, 2, 3. അപ്പൊ ഇതെന്തായി? റൂട്ട് 3 ബൈ താഴോട്ട് എന്താ? ഒറ്റ ഫിംഗർ അല്ലേ ഉള്ളൂ. അപ്പൊ റൂട്ട് 1. റൂട്ട് 3 ബൈ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 തന്നെയാണ്. ഇനി എന്താ? tan 90. tan 90 എന്ന് പറയുമ്പോൾ മേലോട്ട് 4 ഫിംഗേഴ്സ് ഉണ്ടല്ലോ, റൂട്ട് 4 ബൈ താഴോട്ട് വല്ല ഫിംഗേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ റൂട്ട് 0. ഡിനോമിനേറ്ററിൽ 0 വന്നുകൊണ്ട് ഇതെന്താ? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സൈനിന്റെ വാല്യൂസ് കിട്ടി, കോസിന്റെ വാല്യൂസ് കിട്ടി, ടാനിന്റെ വാല്യൂസ് കിട്ടി. ഇനി ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് അടിക്കണോ? വേണ്ട. കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുക, വാല്യൂസ് അസൈൻ ചെയ്യുക. ഇത് നോക്കി
പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ട്രിഗ്നോമെട്രിക് വാല്യൂസ് ബൈ ഹാർട്ട് അടിക്കാതെ എല്ലാ ഇക്വേഷൻസും കിട്ടാനുള്ള ടെക്നിക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്തേക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാട്ടോ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.